അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. തേർഡ് മൊഡ്യൂളില് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസിൽ റീകവറബിൾ, നോൺ റിക്കവറബിൾ, കാസ്കേഡ്ലെസ്, കാസ്കേഡിങ്, ഇത്രയും സംഭവങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ റീകവറബിലിറ്റി ഉള്ളതാണോ, ട്രാൻസാക്ഷൻ ഷെഡ്യൂൾ തന്നിട്ട് റീകവറബിൾ ഷെഡ്യൂൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു. കമ്മിറ്റ് ചെയ്യണം, കമ്മിറ്റ് ചെയ്തിട്ടാണ് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് ആണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസിൽ വരുന്നതാണ് സീരിയൽ ആൻഡ് നോൺ സീരിയൽ ഷെഡ്യൂൾസ് ഒക്കെ. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ടിക്കറ്റ് റിസർവേഷൻ സിസ്റ്റം എടുത്താൽ അതിനകത്ത് എപ്പോഴും ഒരു യൂസർ ആ ഒരു ആപ്ലിക്കേഷൻ, നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണല്ലോ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ട്രാൻസാക്ഷൻ ഡിഫറെന്റ് നമ്പർ ഓഫ് യൂസേഴ്സ് സെയിം ടൈമിൽ ഡാറ്റാബേസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാള് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു യൂസറിന്റെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞിട്ടല്ല അടുത്ത യൂസർ അതിനകത്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണത്. അതായത് ഒരിക്കലും അത് വെയിറ്റിംഗ്, ആ ഒരു സംഭവം യൂസ് ചെയ്യാനായിട്ട് ആരും വെയിറ്റ് ചെയ്യണില്ല. അതെല്ലാം നമ്മൾ എന്താണ്, ഒരു ഇന്റർലീവ്ഡ് മാനറിലാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ റീഡ് ചെയ്യുമ്പോൾ മറ്റൊരാൾ റൈറ്റ് ചെയ്യുമായിരിക്കും, ഒരാൾ റൈറ്റ് ചെയ്യുമ്പോൾ വേറൊരാൾ കമ്മിറ്റ് ചെയ്യും. അങ്ങനെ പല പല ഓപ്പറേഷൻസ് സെയിം ടൈമിൽ ഡിഫറെന്റ് യൂസേഴ്സ് സെയിം ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോ നമുക്ക് അങ്ങനെ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ തന്നാൽ, ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് ഇന്റർലീവ്ഡ് മാനറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഷെഡ്യൂളാണ്. ഒരു സീരിയൽ മാനറിലല്ല, നോൺ സീരിയൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിനെ നമുക്കൊരു നോൺ സീരിയൽ ഷെഡ്യൂൾ തന്നാൽ അത് സീരിയലൈസബിൾ ആണോ, അതായത് സീരിയലൈസബിലിറ്റി എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടന്റ് ആണ്. സീരിയലൈസബിൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഇക്വലന്റ് ആയിരിക്കണം. ഓക്കെ, അതായത് നമുക്കിപ്പോ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ രണ്ട് ഷെഡ്യൂൾ കാണുന്നുണ്ട്. ഒന്ന് ഷെഡ്യൂൾ ഡിയും ഒന്ന് ഷെഡ്യൂൾ എയും. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ ഡി എന്ന് പറയുന്നത് ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത് നോൺ സീരിയൽ പ്രോപ്പർട്ടി ആണ് അവിടെ ഉള്ളത്. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് ഒരു സീരിയൽ ഷെഡ്യൂൾ ആണ്. അപ്പോ ഈ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ, നമ്മളിപ്പം അതിനകത്തുള്ള ഒരു സീരിയൽ ഷെഡ്യൂളിന്റെ തന്നെ ഓപ്പറേഷൻസ് ഇന്റർലീവ്ഡ് മാനറിൽ ചെയ്തിരിക്കുന്നതാണ് ഷെഡ്യൂൾ ഡിയിൽ കാണുന്നത്. അപ്പോ സീരിയൽ ഷെഡ്യൂൾസ് എപ്പോഴും സേഫാ, അല്ലെങ്കിൽ അത് എപ്പോഴും കറക്റ്റാ. കാരണം അത് എപ്പോഴും ഒരാൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷന്റെ ഓപ്പറേഷൻസ് എല്ലാം അത് ഓക്കെ ആണ്. അത് കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടാവും സീരിയൽ ഷെഡ്യൂൾ. പക്ഷേ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ പ്രോപ്പർലി ഇന്റർലീവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ ഡാറ്റാബേസിന്റെ കൺസിസ്റ്റൻസി ചിലപ്പം റിസ്ക് ആണ്. അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരാം. അപ്പൊ ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് നമുക്ക് സീരിയലൈസബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഇക്വലന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു നോൺ സീരിയൽ ഷെഡ്യൂളിന് സീരിയലൈസബിലിറ്റി ഉണ്ടെന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് എ ഷെഡ്യൂൾ എസ് ഓഫ് എൻ ട്രാൻസാക്ഷൻ ഈസ് സീരിയലൈസബിൾ. സീരിയലൈസബിൾ എന്ന് പറഞ്ഞ ഒരു ടേം, അതായത് സീരിയലൈസബിൾ എന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ ഓഫ് ദ സെയിം എൻ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ ഈ പറഞ്ഞ ഷെഡ്യൂൾ ഡി സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റും. കാരണം സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ്. ഓക്കെ, ആ ഒരു ഷെഡ്യൂൾ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ് എന്നുണ്ടെങ്കിലും അത് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഇക്വലന്റ് ആണെന്നാണ് നമുക്ക് അതിനെ പറയുന്നത്. ഇനി എങ്ങനെയാണ് സീരിയലൈസബിൾ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു ഇക്വലൻസി എന്ന് പറയുന്നത്, നമുക്ക് ടു ടൈപ്പ് ഓഫ് ഇക്വലൻസീസ് ഉണ്ട്. എന്താണ്, കോൺഫ്ലിക്റ്റ് ഇക്വലൻസീസും അതുപോലെ തന്നെ വ്യൂ ഇക്വലൻസീസും. അപ്പൊ അത് പറയണേക്കാൾ മുമ്പ് അതിനെക്കുറിച്ച് കുറച്ച് ടേംസും കൂടി പറയാനുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ട് ടേംസ് അവിടെ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന് ഇക്വലന്റ് ആന്ന് പറയുന്നതും ഒന്ന് സീരിയലൈസബിൾ ആന്ന് പറയുന്നതും. അപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഷെഡ്യൂൾ ഡി ഒരു സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണ്. കാരണം അതൊരു സീരിയൽ ഷെഡ്യൂൾ എനോട് ഇക്വലന്റ് ആണ്. ഇനി എങ്ങനെയാണ് ആ ഇക്വലന്റ് ആയത് എന്നുള്ളതാണ് നമുക്കിനി പറയാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ടും ഇക്വലന്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് നമ്മൾ അതിനകത്ത് ഓപ്പറേഷൻസ് ഡാറ്റ ഐറ്റംസിന്റെ വാല്യൂസ് ഒക്കെ ഇട്ട് നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അതല്ലാതെ നമുക്ക് ഇക്വലൻസി നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് പറഞ്ഞത് എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്, സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇന്റർലീവിംഗ് ഓഫ് ഓപ്പറേഷൻസ് ഇല്ല. പക്ഷെ ഒരു നോൺ സീരിയൽ ഷെഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർലീവിംഗ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ്,
CPU-നെ നമ്മൾ എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതൊരു നമ്മുടെ ട്രാൻസാക്ഷനിൽ IO ഓപ്പറേഷൻസ് വരുമ്പോൾ അതിങ്ങനെ ഓരോ റിസോഴ്സസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഇന്റർലീവ്ഡ് പ്രോസസ് ഒക്കെ വരുമ്പോൾ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പൊ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഷെഡ്യൂൾ സീരിയലൈസബിൾ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഫ് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ ഓഫ് സെയിം എൻ ട്രാൻസാക്ഷൻസ്. അപ്പൊ ഈ രണ്ട് ഷെഡ്യൂൾ ഡിയും ഷെഡ്യൂൾ എയും സീരിയലൈസബിൾ ആണ്. കാരണം ഷെഡ്യൂൾ ഡിയിലുള്ള സെയിം ഓപ്പറേഷൻസ് തന്നെയാണ്, സെയിം ട്രാൻസാക്ഷൻസ് തന്നെയാണ്. പക്ഷെ അതൊരു ഷെഡ്യൂൾ ഡി ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഇക്വലന്റ് ആണ്. ഇനി ഇക്വലന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഏത് തരത്തിലാണ് ഇക്വലൻസ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. അപ്പൊ രണ്ട് ഷെഡ്യൂൾസ് ഇക്വലന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ, അതിനകത്തുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ, അതിനകത്തുള്ള ഓപ്പറേഷൻസ് സെയിം ഓർഡറിലായിരിക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് രണ്ട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതായത് രണ്ട് ഷെഡ്യൂൾസ് ഇക്വലന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ്, അതായത് ആ ഡേറ്റാബേസ് ഐറ്റത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പൊ അത് ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഡെഫിനിഷൻസ് ആണ് കോൺഫ്ലിക്റ്റ് ഈക്വലൻസും വ്യൂ ഈക്വലൻസും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഒന്നുകിൽ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ടു സീരിയൽ ഷെഡ്യൂൾ ആയിരിക്കും, അല്ലെങ്കിൽ വ്യൂ ഈക്വലൻസ് ടു സീരിയൽ ഷെഡ്യൂൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നോൺ സീരിയൽ ഷെഡ്യൂളിനെ നമുക്ക് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് അത് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് രണ്ട് തരത്തിൽ ഇക്വലൻസ് ആവാം. ഒന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഇക്വലൻസ് ആവാം, രണ്ടാമത്തത് ഒരു വ്യൂ ഇക്വലൻസ് ആവാം. അപ്പൊ രണ്ടിനും രണ്ട് തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് വരുന്നത്. അതായത് ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞാൽ അത് സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ റിസൾട്ട് എപ്പോഴും ട്രൂ ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഇക്വലന്റ് ആണെന്ന് പറയുമ്പോൾ ആ ഇക്വലൻസസ് എങ്ങനെയൊക്കെ ആവാം, കോൺഫ്ലിക്റ്റ് ഇക്വലൻസസ് ആവാം, അല്ലെങ്കിൽ വ്യൂ ഇക്വലൻസസ് ആവാം. അപ്പൊ രണ്ട് തരത്തിൽ ഇക്വലൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് ഓരോന്ന് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ കോൺഫ്ലിക്റ്റ് ഈക്വലൻസ് എന്ന് പറഞ്ഞാല് രണ്ട് ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രണ്ട് ഷെഡ്യൂളിലെയും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതായത് രണ്ട് ഷെഡ്യൂൾസ് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ആ രണ്ട് ഷെഡ്യൂളിലെയും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ഓർഡറിലായിരിക്കണം. രണ്ട് ഷെഡ്യൂളും സെയിം ഓർഡർ ആയിരിക്കണം. അപ്പൊ ഇതിനകത്ത് നോക്കാം, രണ്ട് ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. രണ്ട് ഷെഡ്യൂളിലും T1 T2 എന്നുള്ള രണ്ട് ട്രാൻസാക്ഷൻസ് ആണുള്ളത്. അതിനകത്ത് കുറെ ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് T1 ഫസ്റ്റ് ഷെഡ്യൂൾ എന്നാൽ ലെഫ്റ്റ് എൻഡിലുള്ള ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു ഷെഡ്യൂളിലുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ട്രാൻസാക്ഷൻസിൽ സെയിം ഡേറ്റാബേസ് ഐറ്റത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറേഷൻ റൈറ്റ് ആയിട്ടുള്ള പെയേഴ്സ് ആണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ്. അപ്പൊ ഫസ്റ്റ് ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് നമ്മൾ മുകളിലത്തെ ടൈം തൊട്ട് താഴത്തേക്കാണല്ലോ ടൈം ഇൻക്രീസും താഴത്തേക്കാണ്. അപ്പൊ അതിനകത്ത് T1 റൈറ്റ് ഐറ്റം ഓഫ് എക്സും T2 റീഡ് ഐറ്റം ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണ്. കാരണം സെയിം ഡേറ്റാബേസ് ആയിട്ടാണ്, ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആണ്, അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറേഷൻ റൈറ്റും ആണ്. അപ്പൊ അത് രണ്ടും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആണ്. ആ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ തന്നെയാണോ, നമ്മൾ ഈക്വലന്റ് ആണോ എന്ന് നോക്കാൻ പോകുന്ന ഷെഡ്യൂൾ ഉണ്ടല്ലോ, അതിനകത്ത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് നമ്മൾ നോക്കാം. അപ്പോ രണ്ടാമത്തെ ഷെഡ്യൂൾ നോക്കാം. അതിനകത്തും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ എന്താണ്, ആദ്യം റൈറ്റ് കഴിഞ്ഞിട്ടാണ് T1 റൈറ്റ് കഴിഞ്ഞിട്ടാണ് T2 റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രണ്ട് ഷെഡ്യൂളിലെയും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ഷെഡ്യൂൾസും കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സീരിയലൈസബിലിറ്റി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഷെഡ്യൂള് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വലന്റ് ആയിരിക്കണം. അപ്പൊ ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഈക്വലന്റ് ആവണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആവണം, അല്ലെങ്കിൽ വ്യൂ ഈക്വലന്റ് ആവണം. അപ്പൊ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് ഷെഡ്യൂൾ നമുക്ക് തന്നേക്കും, അത് രണ്ടും കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് ഷെഡ്യൂളിലെയും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആണോ എന്ന് നോക്കണം. അതായത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ഒരു ആദ്യത്തെ ഷെഡ്യൂളിൽ ഏത് ഓർഡറിലാണോ T1 to T2 ആണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ തന്നെയായിരിക്കണം സെക്കൻഡ് ഷെഡ്യൂളിലെയും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ. ഓക്കെ, അപ്പൊ അതാണ് കോൺഫ്ലിക്റ്റ് ഈക്വലൻസ് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഒരു കോൺസെപ്റ്റ്. ഇനി നമുക്ക് കോൺഫ്ലിക്റ്റ് ഈക്വലൻസ് ഇനി നമുക്ക് എന്ത് പറയണം, ഇത് സീരിയലൈസബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ടു എ സീരിയൽ ഷെഡ്യൂൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും,
കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ടേംസ് നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഫസ്റ്റ് ഓഫ് ഓൾ സീരിയലൈസബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വലന്റ് ആവണേനെയാണ് നമ്മൾ സീരിയലൈസബിലിറ്റി എന്ന് പറയുന്നത്. ഇനി കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് കോൺഫ്ലിക്ട് ഈക്വലന്റ് ആയിരിക്കണം. അപ്പൊ ആ കോൺഫ്ലിക്ട് ഈക്വലൻസ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കോൺഫ്ലിക്ട് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഷെഡ്യൂൾ തന്നാൽ അതിനകത്ത് കോൺഫ്ലിക്ട് ഈക്വലന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ 2 ഷെഡ്യൂളിലെയും കോൺഫ്ലിക്ട് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു നോൺ സീരിയൽ ഷെഡ്യൂള് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിനകത്ത് നോക്കാം. ഇനിയിപ്പോ അത് നമുക്കൊരു നോൺ സീരിയൽ ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് എൻഡിലുള്ളത് നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ്, ഇപ്പുറം ഇരിക്കുന്നത് ഒരു സീരിയൽ ഷെഡ്യൂൾ ആണ്. അപ്പൊ ആ ഈ ലെഫ്റ്റിലുള്ള ഷെഡ്യൂള് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ ലെഫ്റ്റിലുള്ള ഷെഡ്യൂളിന്റെ കോൺഫ്ലിക്ട് ഓപ്പറേഷൻസിന്റെ ഓർഡർ ആണോ ഈ സീരിയൽ ഷെഡ്യൂളിലുള്ള കോൺഫ്ലിക്ട് ഓപ്പറേഷൻസിന്റെ ഓർഡർ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്, അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ നോൺ സീരിയൽ ഷെഡ്യൂൾ ഈസ് എ കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഓക്കെ, അപ്പൊ അതാണ്. അപ്പം കുറച്ച് കൺഫ്യൂഷൻ വരും, എന്നാലും നിങ്ങൾ ആദ്യമേ മുതൽ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സീരിയലൈസബിലിറ്റിയും ഇക്വലൻസ് കോൺഫ്ലിക്ട് ഈക്വലൻസ്. ഓക്കെ, കോൺഫ്ലിക്ട് ഈക്വലൻസ് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി. അപ്പൊ 4 ഡിഫറെന്റ് ടേംസ് ആണ്, പക്ഷെ അത് 4 വന്നത് എത്തുന്നത് എവിടെയാണ്, സീരിയലൈസബിലിറ്റിയിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഈ കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണോ എന്ന് നോക്കുന്നത് എന്തിനാണ്, ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വലന്റ് ആണെന്നുണ്ടെങ്കിൽ ആ നോൺ സീരിയൽ ഷെഡ്യൂൾ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് കോൺഫ്ലിക്ട് ഈക്വലന്റ് ടു എ സീരിയൽ ഷെഡ്യൂൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഷെഡ്യൂൾസിനാണ് നമ്മൾ കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിനകത്ത് നമ്മൾ നോക്കാം, ഈ ഒരു ഷെഡ്യൂളില് എന്താണ്, ഈ ഒരു ഷെഡ്യൂൾ എടുക്കാം. അപ്പൊ ഇത് രണ്ടും കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണോ എന്ന് നോക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഷെഡ്യൂളിലെ കോൺഫ്ലിക്ട് ഓപ്പറേഷൻസിന്റെ ഓർഡർ തന്നെയാണോ സെക്കൻഡ് ഷെഡ്യൂളിലെ കോൺഫ്ലിക്ട് ഓപ്പറേഷൻസിന്റെ ഓർഡർ എന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എൻഡിലുള്ള ഷെഡ്യൂൾ, അതിനകത്ത് കോൺഫ്ലിക്ട് ഓപ്പറേഷൻ ആണ് T1 റീഡ് ഐറ്റം ഓഫ് എക്സും T2 റൈറ്റ് ഐറ്റം ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ആ. നിങ്ങൾക്ക് ആ ഷെഡ്യൂൾ കാണുമ്പോൾ മനസ്സിലാവും, T1 റീഡ് ഐറ്റം ഓഫ് എക്സും T2 റൈറ്റ് ഐറ്റം ഓഫ് എക്സ്, രണ്ടാമത്തെ ഓപ്പറേഷൻ, അത് രണ്ടും കോൺഫ്ലിക്ട് ഓപ്പറേഷൻസ് ആണ്. കാരണം റീഡ് റൈറ്റ് ആണ്, എക്സ് ആണ് രണ്ട് സ്ഥലത്തും, T1 T2 ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഓർഡർ തന്നെയാണോ നമ്മൾ ഇപ്പുറം കാണിച്ചിരിക്കുന്ന സീരിയൽ ഷെഡ്യൂളിലെയും കോൺഫ്ലിക്ട് ഓപ്പറേഷൻസിന്റെ ഓർഡർ എന്ന് നോക്കാം. ഇപ്പൊ T1 റീഡ് ഐറ്റം ഓഫ് എക്സ് കഴിഞ്ഞിട്ടാണ് T2 റൈറ്റ് ഐറ്റം ഓഫ് എക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഷെഡ്യൂളിലുള്ള അതേ ഓർഡറിലാണ് സെക്കൻഡ് ഷെഡ്യൂളിലെയും കോൺഫ്ലിക്ട് ഓപ്പറേഷൻസിന്റെ ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 2 ഷെഡ്യൂൾസ് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഷെഡ്യൂൾ, അല്ലെങ്കിൽ ആദ്യത്തെ ഷെഡ്യൂൾ കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വ്യൂ ഇക്വലന്റ് എന്താണെന്നാണ് പറയാൻ പോണത്. ഇപ്പൊ നമുക്ക് 2 ഷെഡ്യൂൾ തന്നേക്കുവാണ്. 2 ഷെഡ്യൂൾ വ്യൂ ഇക്വലന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അതായത് 2 ഷെഡ്യൂൾ നമുക്ക് തന്നിട്ട് അത് വ്യൂ ഇക്വലന്റ് ആണോ, അല്ലെങ്കിൽ 2 ഷെഡ്യൂൾ വ്യൂ ഇക്വലൻസി കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, ആ 2 ഷെഡ്യൂളിലെയും ട്രാൻസാക്ഷൻസിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. 1 ഇനീഷ്യൽ റീഡ്, 2 ഫൈനൽ റൈറ്റ്, 3 അപ്ഡേറ്റ് റീഡ്. അതായത് ആ 2 ഷെഡ്യൂളിലും ഏത് ട്രാൻസാക്ഷൻ ആണോ ഒരു ഡാറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റീഡ് ചെയ്തത് അത് തന്നെയായിരിക്കണം സെക്കൻഡ് ഷെഡ്യൂളിലെ അതിന്റെ ഓർഡർ. അതായത് ഒരു ഷെഡ്യൂൾ എടുക്കുക, ആ ഷെഡ്യൂളിൽ T1 എക്സ് എന്നുള്ള ഡാറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റീഡ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ഷെഡ്യൂളിലും T1 ഫസ്റ്റ് എക്സ് എന്നുള്ള ഡാറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റീഡ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 2 ഷെഡ്യൂളിലും റീഡ് ഓപ്പറേഷൻ ഫസ്റ്റ് നടത്തിയ ഏത് ട്രാൻസാക്ഷൻ ആണോ അത് 2 ഷെഡ്യൂളിലും സെയിം ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇത് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 ഷെഡ്യൂൾ എടുത്താൽ ഒരു ഡാറ്റാബേസ് ഐറ്റം എക്സ് എന്നുള്ള ഡാറ്റാബേസ് ഐറ്റം എടുക്കുക, അതിന് ഫൈനൽ റൈറ്റ് ചെയ്തത് ആരാണോ, അതായത് ഫസ്റ്റ് ഷെഡ്യൂളിൽ T2 ആണ് എക്സിനെ ലാസ്റ്റ് റൈറ്റ് ചെയ്തതെങ്കിൽ ആ T2 തന്നെയായിരിക്കണം സെക്കൻഡ് ഷെഡ്യൂളിലും ഫൈനൽ റൈറ്റ് നടത്തിയത്. അല്ലാതെ T1 ആയി കഴിഞ്ഞാൽ അതെന്താണ്, വ്യൂ ഇക്വലൻസ് ആണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ഇനി അപ്ഡേറ്റ് റീഡ് എന്ന് പറഞ്ഞാൽ S1 എന്നുള്ള ഷെഡ്യൂളിൽ T2 അപ്ഡേറ്റ് ചെയ്തതിനെയാണ് T1 റീഡ് ചെയ്തതെങ്കിൽ
എസ് ഡാഷ് എന്നുള്ള ഷെഡ്യൂളിലും T2 റൈറ്റ് ചെയ്തതിനെ ആയിരിക്കണം T1 റീഡ് ചെയ്തത്. അതായത് ഒരു ഡാറ്റാബേസ് ഐറ്റം ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് ആരാണോ അവൻ തന്നെയായിരിക്കണം സെക്കൻഡ് ഷെഡ്യൂളിലും ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിനെ റീഡിങ്, അതായത് റൈറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്ത ഓർഡർ രണ്ട് ട്രാൻസാക്ഷനിലും സെയിം ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ മൂന്ന് കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ടു ഷെഡ്യൂൾസ് ആർ വ്യൂ ഇക്വലന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വ്യൂ ഇക്വലന്റിന്റെ ഡെഫിനിഷൻ ആണ്. രണ്ട് ഷെഡ്യൂൾ തന്നാൽ അത് വ്യൂ ഇക്വലന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇനീഷ്യൽ റീഡ്, ഫൈനൽ റൈറ്റ്, അപ്ഡേറ്റ് റീഡ്. ഇനീഷ്യൽ റീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ട് ഷെഡ്യൂളിലും സെയിം ട്രാൻസാക്ഷൻ ആയിരിക്കണം ഒരു ഡാറ്റാബേസ് ഐറ്റത്തിന് ഫസ്റ്റ് റീഡ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ഷെഡ്യൂളിൽ T1 ആണ് ഫസ്റ്റ് റീഡ് നടത്തിയെങ്കിൽ സെക്കൻഡ് ഷെഡ്യൂളിലും T1 തന്നെയായിരിക്കണം ഫസ്റ്റ് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തത്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ റൈറ്റ്. അപ്പൊ ഫസ്റ്റ് ഷെഡ്യൂളിൽ T2 ആണ് എക്സ് എന്നുള്ള ഡാറ്റാബേസ് ഐറ്റത്തിനെ ലാസ്റ്റ് റൈറ്റ് ചെയ്തെങ്കിൽ S2 എന്നുള്ള ഷെഡ്യൂളിലും T2 ആയിരിക്കണം എക്സ് എന്നുള്ള ഡാറ്റാബേസ് ഐറ്റത്തിന് ലാസ്റ്റ് റൈറ്റ് ചെയ്തത്, അതായത് അപ്ഡേറ്റ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് റീഡ് ആണ്. അപ്ഡേറ്റ് റീഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ T2 അപ്ഡേറ്റ് ചെയ്തതിനെയാണ് T1 റീഡ് ചെയ്തെങ്കിൽ ആ ഓർഡർ തന്നെയായിരിക്കണം രണ്ടാമത്തെ ഷെഡ്യൂളിലും. അതായത് T2 റൈറ്റ് ചെയ്തതിനെ ആയിരിക്കണം T1 റീഡ് ചെയ്തത്. അതായത് എല്ലാത്തിനും ഓർഡർ എന്തായിരിക്കണം, രണ്ട് ട്രാൻസാക്ഷനിലും സെയിം ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ഷെഡ്യൂൾസ് ആർ വ്യൂ ഇക്വലന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇനി വ്യൂ ഇക്വലൻസി, ഓക്കെ, വ്യൂ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഈ വ്യൂ ഇക്വലന്റ് സീരിയൽ ഷെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഷെഡ്യൂൾ ഈസ് വ്യൂ സീരിയലൈസബിൾ. അപ്പം ഇത്രയാണ് ബേസിക്കലി നമുക്കുള്ള സീരിയലൈസബിലിറ്റിയുടെ താഴെയുള്ളത്. അപ്പൊ നമ്മൾ ഈ സീരിയലൈസബിലിറ്റി ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് കൺകറന്റ് ആക്സസ് പ്രോബ്ലം അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്റർലീവിംഗ് പ്രോപ്പർ ആക്കാനും ഡാറ്റാബേസ് എപ്പോഴും കൺസിസ്റ്റന്റ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സീരിയലൈസബിലിറ്റി ട്രാൻസാക്ഷൻസിൽ നമ്മൾ എൻഫോഴ്സ് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡാറ്റാബേസ് ആക്സസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സിംഗിൾ യൂസർ കോൺസെപ്റ്റ് അല്ല, മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ടൈമിൽ അത് ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വരാവുന്ന കുറെ റിസ്കി എലമെന്റ്സ്, അതായത് ഡേറ്റ ഇൻകൺസിസ്റ്റന്റ് ആവാനുള്ള ഡേറ്റയും ഡേറ്റ ലോസ്റ്റ് ആവാനുള്ള സംഗതി, അതെല്ലാം നമ്മൾ ഏറ്റവും മിനിമം ലെവലിലാക്കിയിട്ട് അതിന് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ഡാറ്റാബേസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡാറ്റാബേസിലുള്ള ഫുൾ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ ഒരു സീരിയലൈസബിൾ ഷെഡ്യൂൾ ആക്കാൻ വേണ്ടി നമ്മൾ നോക്കണത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു സീരിയൽ ഷെഡ്യൂൾ എപ്പോഴും അതിന്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ഇന്റർലീവ്ഡ് മാനറിൽ നമ്മൾ ചെയ്യുന്ന ഷെഡ്യൂളിലുള്ള ഓപ്പറേഷൻസ് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വലന്റ് ആണെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ നോൺ സീരിയൽ ഷെഡ്യൂൾ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇക്വലൻസ് കോൺസെപ്റ്റ് വരുമ്പോഴാണ് നമ്മൾ കോൺഫ്ലിക്ട് ഈക്വലൻസും വ്യൂ ഇക്വലൻസിനെ പറ്റി പറയണത്. ഓക്കെ, അപ്പൊ കോൺഫ്ലിക്ട് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഷെഡ്യൂൾ കോൺഫ്ലിക്ട് ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ആ രണ്ട് ഷെഡ്യൂളിലെയും കോൺഫ്ലിക്ട് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഷെഡ്യൂളും കോൺഫ്ലിക്ട് ഈക്വലന്റ് ആണ്. ഇനി കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ്, അത് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് കോൺഫ്ലിക്ട് ഈക്വലൻസി വരുവാണെന്നുണ്ടെങ്കിൽ ആ നോൺ സീരിയൽ ഷെഡ്യൂൾ കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് വ്യൂ സീരിയലൈസബിൾ. വ്യൂ സീരിയലൈസബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻസിൽ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ ഓർഡർ അല്ലെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് ഇനീഷ്യൽ റീഡ്, ഫൈനൽ റൈറ്റ്, അപ്ഡേറ്റ് റീഡ്. അപ്പൊ വ്യൂ സീരിയലൈസബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഷെഡ്യൂൾ എടുക്കുക, അത് വ്യൂ സീരിയലൈസബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ രണ്ട് ഷെഡ്യൂളിലെ ഫസ്റ്റ് റീഡ് ആരാണോ, രണ്ട് ഷെഡ്യൂളിലും അത് രണ്ട് ഷെഡ്യൂൾസ് ഉണ്ട്, ആ ഫസ്റ്റ് ഷെഡ്യൂളിൽ ആരാണോ ഡാറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റീഡ് ചെയ്തത് ആ ട്രാൻസാക്ഷൻ തന്നെയായിരിക്കണം സെക്കൻഡ് ഷെഡ്യൂളിലും ഫസ്റ്റ് റീഡ് ചെയ്തത്. ഈ ഫൈനൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ ആരാണ് ഡാറ്റാബേസ് ഐറ്റം ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത്, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തത് ആ ട്രാൻസാക്ഷൻ തന്നെയായിരിക്കണം സെക്കൻഡ് ഷെഡ്യൂളിലും ആ എക്സ് എന്നുള്ള ഡാറ്റാബേസ് ഐറ്റത്തിനെ ലാസ്റ്റ് റൈറ്റ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ അപ്ഡേറ്റ് റീഡ് ആണ്. അപ്ഡേറ്റ് റീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂളിൽ ഏത് ട്രാൻസാക്ഷൻ ആണോ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ റീഡ് ചെയ്യുന്നത്, അത് അതിന്റെ ഓർഡർ അപ്ഡേറ്റ് റീഡ് ഓപ്പറേഷന്റെ ഓർഡർ സെയിം ആയിരിക്കണം മറ്റേ ഷെഡ്യൂളിൽ. അപ്പൊ അങ്ങനെ മൂന്ന് കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വ്യൂ ഇക്വലൻസ് ഉണ്ടെന്ന്, വ്യൂ സീരിയലൈസബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിനകത്ത് വരാവുന്ന ഒരു പ്രോബ്ലം, ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ടെസ്റ്റിംഗ് ഫോർ കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂൾ. ഒരു ഷെഡ്യൂൾ കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണോ എന്ന് എങ്ങനെയാണ് അറിയുക, ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ് നമുക്ക് തരണത്, അത് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അത് കോൺഫ്ലിക്ട് ഇക്വലന്റ് ടു എ സീരിയൽ ഷെഡ്യൂൾ ആണോ എന്നാണ് നോക്കേണ്ടത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഷെഡ്യൂള്
കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ നോൺ സീരിയൽ ഷെഡ്യൂള് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഷെഡ്യൂളിലുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിനെ ഐഡന്റിഫൈ ചെയ്തേ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗരിതം ആണ് ടെസ്റ്റിംഗ് ഫോർ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂൾ. അപ്പൊ ഈ അൽഗരിതം നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്സ് പറയുന്നേക്കാളും മുമ്പ് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പ്രോബ്ലം വഴി അൽഗരിതത്തിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സീരിയൽ ഷെഡ്യൂൾ തന്നേക്കാണ്, അത് ടെസ്റ്റ് ചെയ്യാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഒരു സീരിയൽ ഷെഡ്യൂള് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ വെറുതെ ഈ ഒരു അൽഗരിതം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയൽ ഷെഡ്യൂൾസും നോൺ സീരിയൽ ഷെഡ്യൂൾസും നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സീരിയൽ ഷെഡ്യൂൾ എടുത്തു. ഈ സീരിയൽ ഷെഡ്യൂൾ എടുക്കുക. T1 T2 എന്നുള്ള രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. T1 റീഡ് ഐറ്റം ഓഫ് എക്സ് ഉണ്ട്, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ റൈറ്റ്, റീഡ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എൻ റൈറ്റ് ഐറ്റം ഓഫ് വൈ, അങ്ങനെ T2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ അൽഗരിതം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഷെഡ്യൂളാണോ തന്നിരിക്കുന്നത് അതിനകത്തുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഈ ഒരു ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ റീഡ് ഐറ്റം ഓഫ് എക്സ്, T2 റൈറ്റ് ഐറ്റം ഓഫ് എക്സ്, അത് രണ്ടും കോൺഫ്ലിക്റ്റ് ആണ്. കാരണം രണ്ടും സെപ്പറേറ്റ് ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ആണ്, സെയിം ഡേറ്റാബേസ് ആയിട്ടാണ്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം റൈറ്റും ആണ്. അപ്പൊ അത് രണ്ടും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആണ്. സിമിലർലി വേറെ ഏതാണ്? റൈറ്റ് ഐറ്റം ഓഫ് എക്സും റീഡ് ഐറ്റം ഓഫ് എക്സും. T1 റൈറ്റ് ഐറ്റം ഓഫ് എക്സും T2 റീഡ് ഐറ്റം ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ആണ്. അത് രണ്ടും ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആണ്, സെയിം ഡേറ്റാബേസ് ആയിട്ടാണ്, എന്താണ്, പിന്നെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം റൈറ്റും ആണ്. അപ്പൊ നമുക്കിനി വേറെ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഒന്നും നമ്മൾ ഈ കാണുന്ന ഷെഡ്യൂൾ എയിൽ ഇല്ല. അപ്പൊ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഏതൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്തു. നമുക്ക് ഈ അൽഗരിതം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിനെ ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടോ അതിനെല്ലാം കൂടെ നമ്മൾ ഒരു നോഡ് ഫോം ചെയ്യാം. അപ്പൊ ഈ ഒരു ഷെഡ്യൂളിൽ രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ രണ്ട് നോഡ് ക്രിയേറ്റ് ചെയ്തു, T1 T2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിപ്പോ കണ്ടുപിടിച്ച കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ അനുസരിച്ച് നമ്മുടെ ഈ പറഞ്ഞ ഗ്രാഫില് എഡ്ജസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ഷെഡ്യൂളിൽ രണ്ട് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഐഡന്റിഫൈ ചെയ്തു. ആ റീഡ് ഐറ്റം ഓഫ് എക്സ്, T2 റൈറ്റ് ഐറ്റം ഓഫ് എക്സ്. അതായത് റീഡ് ഐറ്റം ഓഫ് എക്സ് T1 ചെയ്തിട്ടാണ് അതിന്റെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ഐറ്റം ഓഫ് എക്സ് T2 ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ വരച്ചിട്ടുള്ള നോഡുകൾ ഉണ്ടല്ലോ, എത്ര നോഡ് ഉണ്ടെന്ന് മനസ്സിലായി? രണ്ടെണ്ണം. രണ്ട് ട്രാൻസാക്ഷൻസ് ഉള്ളത് കൊണ്ട് രണ്ട് നോഡ് ഉണ്ട്. ആ അതിന്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? എഡ്ജ് ആരോ ഇട്ട് വരച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഈ കാണുന്ന ഒരു ഷെഡ്യൂളിൽ T1 T2 അതിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? T1 എന്നുള്ള നോഡിൽ നിന്ന് T2 എന്നുള്ള നോഡിലേക്ക് ഒരു എഡ്ജ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഷെഡ്യൂളിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത്രയും നോഡുകൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ദെൻ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ അനുസരിച്ച് നോഡുകൾ തമ്മിൽ എഡ്ജസിനെ ഫോം ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ കണ്ട എക്സാമ്പിളിൽ T1 T2 കോൺഫ്ലിക്റ്റ് ഓപ്പറേഷന്റെ ഓർഡർ. കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ T1 T2 ഓർഡർ പോണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? T1 T2 ആരോ ഇട്ട് നോഡ് വരച്ചു. ഇനി നമുക്ക് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ നോക്കേണ്ടത് എന്താണ്? നമ്മൾ സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പ്രസിഡൻസ് ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിനകത്ത് സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം, സൈക്ലിക് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കാം. അതായത് ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ നോഡിൽ തന്നെ എൻഡ് ചെയ്യാൻ പാകത്തിനുള്ള സൈക്ലിക് ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ പ്രസിഡൻസ് ഗ്രാഫിൽ ഈ എക്സാമ്പിളിൽ സൈക്കിൾ ഒന്നും ഫോം ചെയ്തിട്ടില്ല. സൈക്കിൾ ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ we can say that the schedule is a serializable schedule. Okay, അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് സൈക്കിൾ ഫോം ചെയ്തിട്ടില്ല. T1 T2 തന്നെയാണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ. അതുകൊണ്ട് അവിടെ സൈക്ലിക് അല്ല. അതുകൊണ്ട് എന്താണ്? അതൊരു സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണ്. ഇനി അതുപോലെ തന്നെ വേറൊരു സീരിയൽ ഷെഡ്യൂൾ. അപ്പൊ സീരിയൽ ഷെഡ്യൂൾസ് എടുത്താൽ എപ്പോഴും എന്തായിരിക്കും? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിനകത്ത് ഓർഡറിൽ എന്താണ്? പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി റൺ ചെയ്തിട്ടാണ് അടുത്ത ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, ഇനി ഇത് നോക്കുക. ഇതൊരു നോൺ സീരിയൽ ഷെഡ്യൂളാണ്. അപ്പൊ ഇതിനകത്ത് ഇത് സീരിയലൈസബിൾ ആണോ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേഷൻസ് ഒരു സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വലന്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ ഇതിന്റെ പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കാം. പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഷെഡ്യൂളിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത്രയും നോഡ് നമ്മൾ ഫോം ചെയ്യുക. അപ്പൊ ഇതിനകത്ത് രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്, T1 T2. അപ്പൊ രണ്ട് നോഡ് നമ്മൾ ഫോം ചെയ്തു. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, നോഡിന് എഡ്ജസ് ഫോം ചെയ്യണം. എഡ്ജസ് നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ഷെഡ്യൂളിലുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ അനുസരിച്ച് പ്രസിഡൻസ് ഗ്രാഫിൽ ഒരു നോഡിൽ നിന്ന് വേറെ നോഡിലേക്ക് എഡ്ജിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഷെഡ്യൂൾ സിയിൽ ഏതൊക്കെയാണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ്? റീഡ് ഐറ്റം ഓഫ് എക്സ് T1ലെയും T2ലെ റീഡ് ഐറ്റം ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് അല്ല, കാരണം അത് രണ്ടും റീഡ് ഓപ്പറേഷൻസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം റൈറ്റ് വേണം. അപ്പൊ റീഡ് ഐറ്റം ഓഫ് എക്സ് T1ലെയും റൈറ്റ് ഐറ്റം ഓഫ് എക്സ് T2ലെയും കോൺഫ്ലിക്റ്റ് ആണ്. നമുക്ക് കണ്ടറിയാൻ പറ്റും T1 കഴിഞ്ഞിട്ടാണ്, T1ലെ റീഡ് കഴിഞ്ഞിട്ടാണ് T2ന്റെ റൈറ്റ് വന്നിരിക്കുന്നത്. അത് രണ്ടും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഓർഡർ എങ്ങനെയാണ്? T1ന്ന് T2ലേക്കാണ് അതിന്റെ ഓർഡർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, T1ന്ന് T2ലേക്ക് ഒരു എഡ്ജ് ഫോം ചെയ്തു. ഓക്കെ, പിന്നെ അടുത്ത കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എടുക്കുക. നോക്കാം, T2ലെ റീഡ് ഐറ്റം ഓഫ് എക്സും T1ലെ റൈറ്റ് ഐറ്റം ഓഫ് എക്സും എന്താണ്? കോൺഫ്ലിക്റ്റ് ആണ്. T2ലെ റീഡ് ഐറ്റം ഓഫ് എക്സും T1ലെ റൈറ്റ് ഐറ്റം ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെയാണ്? T2ൽ നിന്ന് T1ലേക്കാണ് അതിന്റെ ഓർഡർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, T2ൽ നിന്ന് T1ലേക്കും ഒരു എഡ്ജ് ഫോം ചെയ്തു. പിന്നെ അടുത്ത കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ എടുക്കുക. അടുത്ത കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഐറ്റം ഓഫ് എക്സ് T1ലെ റൈറ്റ് ഐറ്റം ഓഫ് എക്സും T2ലെ റൈറ്റ് ഐറ്റം ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ആണല്ലോ. നമ്മുടെ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ കണ്ടീഷൻസ് ഓക്കെയാണ്. ഏതെങ്കിലും ഒരെണ്ണം റൈറ്റ് ആണ്, അപ്പൊ ഇതിനകത്ത് രണ്ടും റൈറ്റ്, അത് പ്രശ്നമില്ല. സെയിം ഡേറ്റാബേസ് ഐറ്റം എക്സ് ആണ്, രണ്ടും രണ്ട് ട്രാൻസാക്ഷൻസിലാണ്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, അതിന്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുക. T1ന്ന് T2ലേക്കാണ് നമ്മുടെ ഓർഡർ. പക്ഷെ നമ്മൾ T1ന്ന് T2ലേക്ക് ഓൾറെഡി ഒരു എഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നോ മോർ എഡ്ജസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ഷെഡ്യൂളിലുള്ള ഫുൾ ട്രാൻസാക്ഷൻസ് ഓപ്പറേഷൻസിന്റെയും ഓർഡർ, അത് ട്രാൻസാക്ഷൻ ഓപ്പറേഷൻസ് അല്ല, കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ പ്രസിഡൻസ് ഗ്രാഫിൽ എഡ്ജ് വരച്ച്, നോഡ്സ് വരച്ച് എഡ്ജസിനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ കിട്ടിയ ഷെഡ്യൂൾ സി എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ഇത് എന്ത് ഷെഡ്യൂളാണ്? ഒരു സൈക്കിള് ഫോം ചെയ്തേക്കുക. T1ന്ന് എഡ്ജ് സ്റ്റാർട്ട് ചെയ്തു, T2ൽ നിന്ന് വഴി T1ൽ അഗൈൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ്? ഇതൊരു സൈക്ലിക് ഫോം ചെയ്തേക്കണോണ്ട് നമുക്ക് പറയാൻ പറ്റും the schedule C is not a conflict serializable schedule. അല്ലെ? അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു എഡ്ജ് ഫോം, ഒരു സൈക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? സീരിയലൈസബിലിറ്റി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് അല്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെങ്കിലും സീരീസിന് ഉണ്ടാവട്ടെ. സീരീസ് എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ചെക്കിംഗ് ഫോർ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂൾ. അപ്പൊ ഇതിനകത്ത് വീണ്ടും വേറൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ഷെഡ്യൂൾ ഡിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത്രയും നോഡ് നമ്മൾ ഫോം ചെയ്തു. ഇനി എഡ്ജസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പൊ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ T1ലെ റീഡ് ഐറ്റം ഓഫ് എക്സും T2ലെ റൈറ്റ് ഐറ്റം ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതനുസരിച്ച് T1ന്ന് T2ലേക്ക് ഒരു എഡ്ജ് ഫോം ചെയ്തു. ഇനി അടുത്ത കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ എടുക്കാനായിട്ട് എഗെയിൻ T1 to T2 ഉണ്ട്, കാരണം റൈറ്റ് ഐറ്റം ഓഫ് എക്സും റൈറ്റ് ഐറ്റം ഓഫ് എക്സ് T2ല്. അപ്പൊ അത് കോൺഫ്ലിക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഓൾറെഡി T1ന്ന് T2ലേക്ക് ഒരു എഡ്ജ് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് പിന്നെ ഏതാണ്? റീഡ് ഐറ്റം ഓഫ് എക്സും റൈറ്റ് ഐറ്റം ഓഫ് എക്സും. അപ്പൊ ഇതിനകത്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഒന്നും ഇല്ല. അപ്പൊ സൈക്കിൾ ഫോം ചെയ്യാത്തതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് നോൺ സീരിയൽ ഷെഡ്യൂൾ ഈസ് ഓൾസോ എ എന്താണ്? സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഓക്കെ, സൈക്കിൾ ഫോം ചെയ്തിട്ടില്ല. T1ന്ന് T2ലേക്ക് ഒരു എഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ T2ൽ നിന്ന് T1ലേക്ക് നമുക്ക് എഡ്ജസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. സോ ദ ഷെഡ്യൂൾ ഡി ഈസ് ഓൾസോ എ സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പം ഇത്രയാണ് തേർഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ട്രാൻസാക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്. ഇനിയുള്ളത് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ് ആണ്. അപ്പൊ ഇത് മനസ്സിലായി കാണുന്നത് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്, ചെക്കിംഗ് ഫോർ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി. അപ്പൊ അതിന്റെ ഫിഗർ ഇനി നമ്മൾ ആ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു അൽഗോരിതം നോക്കാം. ടെസ്റ്റിംഗ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂൾ എസ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ TI പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഷെഡ്യൂൾ എസ് ക്രിയേറ്റ് എ നോഡ് എനേബിൾഡ് TI ഇൻ ദ പ്രസന്റ് ഗ്രാഫ്. അതായത് നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻസും, അതായത് ഷെഡ്യൂൾ എസിലുള്ള ഓരോ ട്രാൻസാക്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രസിഡൻസ് ഗ്രാഫിൽ ഒരു നോഡ് ലേബിൾ ചെയ്യുക. എന്നിട്ട് അതിന് നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ലേബിൾ ചെയ്യുക. T1 T2 T3 അങ്ങനെയുള്ള രീതിയിൽ ഷെഡ്യൂളിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത്രയും ലേബിൾ ചെയ്യുക. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ എന്താണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എടുക്കുക. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക,
ഫസ്റ്റ് റീഡ് ഐറ്റം ഓഫ് എക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ഐറ്റം ഓഫ് എക്സ് അടുത്ത ട്രാൻസാക്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ടി ഐയും ടി ജെ ആണ്. അപ്പൊ ടി ഐയിൽ റീഡ് ഐറ്റം ഓഫ് എക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടി ജെയിൽ റൈറ്റ് ഐറ്റം ഓഫ് എക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടി വണ്ണിൽ നിന്ന് ടി ടുയിലേക്ക് വീണ്ടും ഒരു ഗ്രാഫ് വരയ്ക്കണം. പക്ഷെ നമ്മളത് എഡ്ജ് വരയ്ക്കണം. എഡ്ജ് വരയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അവിടെ വരച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബാക്കി ഓരോ ഷെഡ്യൂളിലുള്ള ഓരോ ഓപ്പറേഷൻസിന്റെയും ഓർഡർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ പ്രസിഡൻസ് ഗ്രാഫിൽ നമ്മൾ ആഡ് ചെയ്ത് പോവാം. അറ്റ് ലാസ്റ്റ് നമുക്ക് സൈക്കിൾസ് ഫോം ചെയ്തിട്ടില്ല, അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഫോർ ദ ഷെഡ്യൂൾ എസ് ഇസ് സീരിയലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ പ്രസിഡൻസ് ഗ്രാഫ് ഹാസ് നോ സൈക്കിൾസ്. സൈക്കിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ഷെഡ്യൂൾ ഈസ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഓക്കെ, അപ്പം ഇത് എപ്പോഴും നമ്മൾ അൽഗോരിതം എന്താണേലും പഠിക്കണം, പ്രോബ്ലം എന്താണേലും പഠിക്കണം. ടെസ്റ്റിംഗ് ഫോർ സീരിയലൈസബിലിറ്റി മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്യണത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഈ പ്രസിഡൻസ് ഗ്രാഫ് തെറ്റ് വരും. അപ്പൊ അത് സീരിയലൈസബിൾ ആണോ നോൺ സീരിയലൈസബിൾ ആണോ എന്നുള്ളത് പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത്രയാണ് നമുക്ക് സീരിയലൈസബിലിറ്റിയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ സൈക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂൾ എന്താണ്? ഒരു നോൺ സീരിയലൈസബിൾ ഷെഡ്യൂളാണ്. ഇത്രയേ ഉള്ളൂ അൽഗോരിതം. അൽഗോരിതം പഠിച്ചു വയ്ക്കണം, പ്രോബ്ലം ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കിട്ടും.